ഹായ് ഓൾ, എല്ലാവർക്കും മോംസ് ബൈ ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ നാട്ടിലൊക്കെ പോയ കാരണം കൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതേ ഇന്ന് വീണ്ടും വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങുകയാണ് കേട്ടോ. നാട്ടിലൊക്കെ പോയിട്ട് നോർവേക്ക് തിരിച്ചു വന്നപ്പോഴത്തേനും ദേ ഇവിടെ സമ്മറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വിന്ററിനേക്കാളും കൂടുതൽ ഇഷ്ടം സമ്മറാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയും കളർഫുൾ മൂവിയും കാണുന്ന പോലെയാണ് ഇവിടെ വിന്ററും സമ്മറും. വിന്ററിലെ ആ തണുപ്പും ഇരുട്ടും ഒക്കെ ഒന്ന് മാറിയിട്ട് സമ്മർ ആവുമ്പോ മൊത്തത്തിൽ ഒന്ന് കളറാവും. അപ്പൊ തന്നെ ഒരു പ്രത്യേക ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ നമുക്ക്. ഇന്നിപ്പോ അതുപോലെ ഒരു നല്ല സമ്മർ ഡേ ആണ് കേട്ടോ. പുറത്ത് അത്യാവശ്യം ചൂടൊക്കെയുള്ള നല്ലൊരു വെതറുള്ള ദിവസം. ഞങ്ങള് നോർവേയിൽ വന്നിട്ട് ഇത് 3ാമത്തെ സമ്മറാണ് കേട്ടോ. സമ്മർ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് നോർവേയിൽ വരുന്നത് ഒരു സമ്മർ സീസണിലാണ്. അത് കാരണം കൊണ്ട് തന്നെ സമ്മർ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. പിന്നെ ഇവിടെ 4 സീസൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അത്ര ബോറടിക്കൊന്നുമില്ല. ഇവിടെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഈ വിൻ്റർ സീസണിലൊക്കെ ഒരുപാട് തണുപ്പും പിന്നെ എവിടെ നോക്കിയാലും വൈറ്റ് കളറല്ലേ, ബോറടിക്കില്ലേ എന്നൊക്കെ. പക്ഷെ എനിക്കങ്ങനെ അത്ര ബോറടിച്ചിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം 4 സീസണും ഉള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഓരോ സീസണും ഓരോ ഫീലാണ് തരിക. വിൻ്റർ ആകുമ്പോൾ നല്ല തണുപ്പും സ്നോയും ഒക്കെ, അതും നമുക്കൊരു രസമുള്ളൊരു കാര്യമാണ്. നമ്മളങ്ങനെ സ്നോ ഉള്ള സ്ഥലത്തൊന്നും വരാത്തത് കാരണം കൊണ്ട് തന്നെ നമുക്ക് സ്നോ ഒരു രസമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ പുതിയ പുതിയ ചെടികളിൽ ഇങ്ങനെ ഇലകൾ വരുന്നതും തളിരുകൾ വരുന്നതും അതൊക്കെ കാണാൻ ഒരു രസം തന്നെയാണ്. പ്രത്യേക ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും സ്പ്രിങ്ങിലും സമ്മറിലൊക്കെ. സമ്മറായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഇവിടെ എല്ലായിടത്തും നിറച്ച് പൂക്കളും ഇലകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഓട്ടം സീസൺ ആകുമ്പോഴത്തേനും ഇലകൾ പൊഴിയാനും അതുപോലെ തന്നെ ഇലകളുടെ കളറൊക്കെ മാറി ഒരു ഓറഞ്ചും പിങ്കും മഞ്ഞയും എല്ലാ കളറും ഉണ്ടാവും ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അത് കാരണം നല്ല കളർഫുള്ളാണ് കേട്ടോ. ഈ വിൻ്റർ ഒഴിച്ചുള്ള ബാക്കി 3 സീസണും നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്. പിന്നെ ആകാശത്തിനെ കുറിച്ച് പറയേ വേണ്ട, ആകാശമൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്കിതുവരെ അങ്ങനെ ഈ ഒരു വിൻ്റർ അത്ര ബോറടിച്ചിട്ടും അതുപോലെ ഇവിടെ അങ്ങനെ വെതർ അങ്ങനെ എനിക്ക് അത്ര ബോറായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. സമ്മർ ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരമൊക്കെ പുറത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് മിക്കവാറും വീടുകളോട് ചേർന്ന് തന്നെ ചെറിയൊരു ലോൺ ഏരിയയും അതുപോലെ ഒരു പാറ്റിയോയും ഉണ്ടായിരിക്കും കേട്ടോ. അത് മിക്ക വീടുകളുടെ കൂടെയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മുടെ കൂടുതലും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഇവിടെ അങ്ങനെ വീടുകളുടെ ഫ്രണ്ടിൽ അങ്ങനെ വലിയൊരു മുറ്റോ അങ്ങനെയൊന്നും ഞാനിവിടെ അധികം കണ്ടിട്ടില്ല കേട്ടോ. വീടുകളുടെ ചേർന്നിട്ട് ഇതുപോലെ കുറച്ച് പുല്ലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു ലോൺ ഏരിയയും അതിനോട് ചേർന്നിട്ട് ഒരു പാത്തിയോ, അതിൽ തന്നെ ഒരു പാത്തിയോ പോലെ ഇതുപോലെ ഉടനായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കൂടുതലും. പിന്നെ വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ മുറ്റോ അങ്ങനെയൊന്നും ഞാനിവിടെ അധികം കണ്ടിട്ടില്ല. വിൻ്ററിൽ നമ്മൾ സ്നോ കൊണ്ട് ഇഗ്ലൂ അതുപോലെ തന്നെ ഐസ്ക്രീം, പിന്നെ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ വോക്സ് വാഗൻ്റെ, അതുപോലെ വലിയ മഴവില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ. ആ കാണുമ്പോൾ നമുക്ക് തീരെ മനസ്സിലാവില്ല അത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത്. കൺമണി ധനേശേട്ടനൊക്കെ കളിക്കുന്ന ഭാഗത്തായിരുന്നു നമ്മുടെ ഇഗ്ലൂ ഉണ്ടായിരുന്നത്. അതുപോലെ ധനേശേട്ടൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ വലിയ മഴവില്ല് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ വിൻ്ററിലെ പരിപാടികൾ. ഇനി സമ്മറിലെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നല്ല രസമാണ്. ഞങ്ങളിപ്പോൾ വന്നല്ലേ ഉള്ളൂ, അത് കാരണം കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് അധികം ഒന്നും പോയിട്ടില്ല. ഇനിയാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകാനുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വീക്കെൻഡ്സിൽ ഇനി പുറത്തേക്ക് ഇറങ്ങണം. പക്ഷെ ഇപ്പോൾ ഇവിടെ വീക്കെൻഡ്സിൽ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ പുറത്ത് പോകാനായിട്ട് പറ്റിയിട്ടില്ല. കാറ്റ് വരുന്നുണ്ട്. ഇതിലായി പവറായത്. വാട്ടർ ഗൺ കൊണ്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവർക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്ന് ആദ്യം പറഞ്ഞു.
പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്ക് പൂളിൽ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ റബ്ബർ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ നിറച്ച് വെള്ളമൊക്കെ നിറച്ച് കൊടുത്ത് അതിൽ കളിക്കാനിരുത്തി. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ലോൺ ഏരിയയിൽ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും മക്കളും അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനിതേനെ പുല്ലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ നമ്മുടെ ലോൺ ഏരിയ. ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ മിക്കവാറും വീക്കെൻഡിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പരിപാടി ഇതേ ഈ പുല്ലുകെട്ടലാണ്. കൺമണി മോളിൻ്റെയും കാശൂരിൻ്റെയും കൂടെ എല്ലാ കുട്ടികളിക്കും കൂട്ടു നിൽക്കുന്ന ആളാണ് കേട്ടോ ധനേശേട്ടൻ. അവരുടെ കൂടെ കട്ടയ്ക്ക് എല്ലാ കാര്യത്തിലും ധനേശേട്ടൻ ഉണ്ടാവും ഫ്രണ്ടിൽ. അപ്പം അത് കാരണം തന്നെ കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ശരിക്കും അതിൻ്റെ ഉള്ളിൽ. ഇപ്പം അച്ഛനും കയറിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛനും മക്കളും നല്ല കളിയാണ് കേട്ടോ. എനിക്ക് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഞാനതിൽ കൂടി കുത്തി തിരക്കാനായിട്ട് നിന്നില്ല. എനിക്ക് അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ആനയൊക്കെയാ, ആനയാണോ ഒരാളെ കെട്ടപ്പോ ആനങ്ങനെ വെള്ളം വീട്ടോ വീട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ സമ്മർ ആക്ടിവിറ്റീസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മളെ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ. ചെറുക്കി